നമ്മളെല്ലാവരും സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? സന്തോഷത്തിന് വേണ്ടി നമ്മൾ ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, അങ്ങനെയുള്ള ഓരോ ഓരോ സംഭവങ്ങൾ നമ്മൾ ചെയ്യണം, ഇല്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സന്തോഷം? ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയെ സംബന്ധിച്ചാൽ, ആ കൊച്ചുകുട്ടി ഒരു ഒരു ഉത്സവ പറമ്പിലോട്ട് പോവുകയാണ്. ആ കൊച്ചുകുട്ടിക്ക് ആ കുട്ടിക്ക് കളിപ്പാട്ട കടയിൽ കാണുമ്പോൾ കളിപ്പാട്ടം കാണുമ്പോൾ ഭയങ്കര മോഹമായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ അതേ കളിപ്പാട്ടം ഒരു മുതിർന്ന ഒരാളിൻ്റെ അടുത്ത് കൊടുത്താലോ, പുള്ളിക്ക് അതുകൊണ്ട് തൃപ്തിയാവോ? സന്തോഷം കിട്ടുമോ? ഇല്ല, കിട്ടത്തില്ല. മനസ്സിലായോ? യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറയുന്ന വസ്തു പുറമേ ഉള്ളതല്ല, ഉള്ളിലുള്ളതാണ്. നമ്മളും കൊച്ചായിരുന്നു. കൊച്ചിൽ നമുക്ക് മറ്റൊരു വസ്തുവിനോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്ന കളിപ്പാട്ടമോ അല്ലെങ്കിൽ കളിക്കാനുള്ള വസ്തുക്കളോടായിരിക്കും നമുക്ക് പ്രിയം. അത് കിട്ടിയ സന്തോഷം. എന്നാൽ നമ്മൾ മുതിർന്നു വരുമ്പോഴോ ചിലപ്പോൾ ഭക്ഷണത്തോടായിരിക്കാം. അത് കഴിഞ്ഞാൽ ചിലപ്പം കുറേ കൂടെ മുതിർന്നു കഴിഞ്ഞാൽ പണത്തോടായിരിക്കാം. കുറേ കൂടെ മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പം മക്കൾ കല്യാണം കഴിക്കണമെന്നായിരിക്കാം. അവരും അത് ഇതായി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ പേരക്കുട്ടികളെ കാണണമെന്നായിരിക്കാം. ഓരോ കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോ ലൈഫ് സ്പാനിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് സന്തോഷത്തിൻ്റെ മെറ്റീരിയൽ, നമുക്ക് എന്തിനോടാണ് സന്തോഷം കിട്ടേണ്ട ആ സംഭവം മാറിക്കൊണ്ടിരിക്കുക. കുഞ്ഞുനാളിൽ ഒരു സാധനം കിട്ടുമ്പോൾ സന്തോഷം, അത് വലുതാവുമ്പോൾ കിട്ടുമ്പോൾ ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് തൃപ്തിയാക്കി വയ്ക്കുന്നതാണ് സന്തോഷം. യോഗശാസ്ത്രത്തിൽ അഷ്ടാംഗ യോഗയിൽ നിയമത്തിൽ സൗജ കഴിഞ്ഞാൽ സന്തോഷം എന്നാണ് പറയുന്നത്. സന്തോഷത്തിന് അതിന് വലിയ പ്രാധാന്യമുണ്ട് യോഗശാസ്ത്രത്തിൽ. അതിൽ പറയുന്ന സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ആയിക്കഴിഞ്ഞാൽ സന്തോഷമാണ്. നമ്മളുടെ മനസ്സ് തൃപ്തിയാക്കി വെച്ചിരുന്നാൽ നമുക്ക് എപ്പോഴും സന്തോഷമുണ്ട്. മനസ്സ് അതൃപ്തമായിട്ടിരുന്നു കഴിഞ്ഞാൽ സന്തോഷം കിട്ടത്തില്ല. നമ്മൾ മനസ്സ് തൃപ്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും നമ്മൾ പണം ഉണ്ടാക്കാനായിരുന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനായിട്ടാണ്. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം പോവും. മനസ്സിലായി? അത് നിലനിൽക്കത്തില്ല. അതും പോവും. കുറേ കഴിഞ്ഞാൽ മറ്റൊരു വസ്തുവിനോടാവും. കുറേ കഴിഞ്ഞാൽ അതും പോവും. നമുക്ക് സ്ഥിരമായിട്ടൊരു സന്തോഷം കിട്ടത്തില്ല. ആദ്യം കാണുമ്പോൾ ഒരു എടുത്ത ചാട്ടം നമ്മൾ ചാടി ഇറങ്ങും, സന്തോഷം, കൊള്ളാം. അത് കഴിഞ്ഞാൽ അത് വിട്ടുപോയി, ആ പ്രിയം വിട്ടുപോയി. അത് പിന്നെ നമുക്കത് വേണ്ട. അതേ സമയത്ത് നമ്മളുടെ മനസ്സ് എപ്പോഴും തൃപ്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നമ്മൾ സ്വയമേവ ഞാൻ തൃപ്തനാണ്, ഞാൻ എല്ലാം ഉണ്ട്, എനിക്ക് ഒന്നിനും ആവശ്യമില്ല, എനിക്ക് ഒരു കിടക്കാൻ തല ചായ്ക്കാൻ ഒരു സ്ഥലമുണ്ട്, അത് അത്യാവശ്യത്തിന് പൈസയുണ്ട്, സമൂഹത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരാളിന് സന്തോഷമായിരിക്കും. നമ്മൾ ആഗ്രഹത്തിന് മേൽ ആഗ്രഹം കയറി കഴിഞ്ഞാൽ തൃപ്തി കിട്ടത്തില്ല. അസന്തോഷമായിരിക്കും. നമുക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, നമ്മളുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് നമ്മൾ അതിൽ ആ ഒരു പ്രസൻറ്റിൽ നമ്മൾ സന്തോഷിക്കാൻ വിട്ടു. നമ്മൾ അടുത്ത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സന്തോഷവാനാവും. അപ്പോൾ അതിനു വേണ്ടി പിന്നെയും കഠിനമായിട്ട് പ്രയത്നിക്കും. ടൈം കളയും, പ്രസൻറ്റ് ജീവിക്കാൻ മറന്നുപോകും, സന്തോഷം കിട്ടത്തില്ല. മനസ്സിലായോ? അപ്പോൾ സന്തോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യവും, ആ സന്തോഷവും സുഖവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ് ജീവിക്കുന്നത്. ആ മനസ്സ് തൃപ്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കിടന്ന് ഓടുന്നത്. സ്വയമേവ നമുക്ക് മനസ്സിനെ തൃപ്തിയാക്കാൻ പറ്റും. നമ്മുടെ മനസ്സ് ശാന്തവും തൃപ്തിയായി ഇരിക്കുന്നൊരവസ്ഥ വരും. ഇപ്പോൾ എക്സാമ്പിള് രമണ മഹർഷിയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗുഹയ്ക്കകത്ത് ഒരു കോണ കൊടുത്തുകൊണ്ടിരുന്നു. മനസ്സിലായോ? അപ്പം അദ്ദേഹം തന്നെ പറയണം, എനിക്ക് ഇതിൽ കൂടുതൽ എന്താണ് എനിക്കിനി വേണ്ടത്? അദ്ദേഹം സന്തോഷമായിട്ടിരിക്കണം. ആ ഒരു ഗുഹയ്ക്കകത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹം സന്തോഷമായിട്ടിരിക്കണം. അതേപോലെ പലര് നമ്മളങ്ങനെ ഗുഹയ്ക്കകത്ത് ഇരിക്കണമെന്നല്ല, നമുക്ക് കിട്ടണം, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം, പക്ഷെ അതിനോട് ഒരു ആസക്തി വയ്ക്കല്ലേ. ആസക്തി നമുക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി വരും, മായയാണ്. ആസക്തി നമ്മൾ വെച്ച് പോയി കഴിഞ്ഞാൽ, അതിനോടൊരു പ്രിയം നമ്മൾ വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ കിട്ടും. കുറേ വിഷമങ്ങൾ നമുക്ക് വരും. അത് വിട്ടുപോകും. നമ്മളൊരു സാധനം വാങ്ങാൻ അത് വിട്ടുപോകും. നമ്മൾ എന്തിനും ഒരു പ്രിയം വെക്കുകയാണെങ്കിൽ അത് വിട്ടുപോകുന്ന സാധനമാണ്. വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമമായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട്
അത് അറിയാം ഈ സാധനം നിലനിൽക്കുന്ന സാധനമല്ല, എന്നിട്ടും നമ്മൾ അതിൻ്റെ സന്തോഷം, നമ്മൾ ഹാപ്പിയാണ്, നമ്മൾ തൃപ്തനാണ്, അത് വിട്ടുപോയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ എപ്പോഴും തൃപ്തിയാക്കി വെക്കുക. ഇന്നത് കിട്ടിയാലേ ഞാൻ സന്തോഷം വരുള്ളൂ എന്നുള്ള സംവിധാനത്തിലോട്ട് കൊണ്ടുപോകില്ല. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ മാത്രമല്ല, ഞാനായിരുന്നല്ലോ അങ്ങനെ തന്നെയാണ്. ഇത് പറയുന്നതുകൊണ്ട് ഞാൻ വലിയ ആണെന്നല്ല, മനസ്സിലായോ? ഞാനായാലും അങ്ങനെ തന്നെ. നമ്മൾ ഇതിൽ വിഴുന്നു പോകും, എല്ലാവരും വിഴുന്നു പോകും. യോഗശാസ്ത്രത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ മനസ്സ് തൃപ്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. എവിടെ ചെന്നിരുന്നാലും സന്തോഷമായിട്ടിരിക്കാം. എവിടെ ചെന്നാലും നമുക്ക് ആരും കൂടെ വേണ്ട, ഒന്നും വേണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉടുക്കാൻ ഡ്രസ്സ് പോലും ഇല്ലെങ്കിൽ നമ്മൾ സന്തോഷമായിട്ടിരിക്കും. നമ്മൾ രാജാവായിരിക്കും. മനസ്സിലായോ? മനസ്സിനെ തൃപ്തമാക്കി വെക്കുക, മനസ്സ് അതൃപ്തമാക്കല്ലേ. മനസ്സ് തൃപ്തിയായിട്ട് വെച്ചാൽ സന്തോഷം. മനസ്സിലായോ? അടുത്തൊരു വീഡിയോ കാണാം. ഹായ്.